ചില ഞണ്ടുകൾ മീനുകളെ വേട്ട ചെയ്യും. അതേപോലെ ചില മീനുകൾ ഞണ്ടുകളെയും വേട്ട ചെയ്യും. മീനുകൾ വേട്ട ചെയ്യുമ്പോൾ അവയേക്കാൾ വലിപ്പം കുറഞ്ഞ ഞണ്ടുകളെ മാത്രമേ ലക്ഷ്യം വെക്കുകയുള്ളൂ. അല്ലെങ്കിൽ വലിയ ഞണ്ടുകളുടെ പ്രത്യാക്രമണത്തിൽ പരിക്ക് പറ്റാം. ഈ കാര്യമറിഞ്ഞ് മീനുകളെ പറ്റിക്കുവാൻ വേണ്ട രൂപമുള്ള ഒരു ഞണ്ടുണ്ട്, ഫിഡ്ലർ ക്രാബ്. വെറും 2-3 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഈ ഞണ്ടുകൾക്ക് മീനുകളുടെ ആക്രമണത്തെ ചെറുത്തു നിൽക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് മീനുകളെ പറ്റിക്കുവാൻ വേണ്ടി ഇവയുടെ ഒരു കൈ മാത്രം അസാധാരണ വലിപ്പം വെച്ചു. ഇവയുടെ ശരീരഭാരത്തിന്റെ പകുതി ഭാരം വരെ വഹിക്കുന്ന ക്ലോസ് ഇരയെ തേടി വരുന്ന മീനുകളെ കണ്ടാൽ ഇദ്ദേഹത്തിന്റെ വലിപ്പമുള്ള ക്ലോസ് വീശും. ഇതോടെ അവിടെ വലിയ ഞണ്ടുകൾ ഉണ്ടെന്ന് കരുതി മീനുകൾ സ്ഥലം കാലിയാക്കും. എന്തുകൊണ്ടായിരിക്കും അവയുടെ 2 കൈകളും വലിപ്പം വെക്കാതെ ഒന്ന് മാത്രം വലിപ്പം വെച്ചത്? അതിനൊരു കാരണമുണ്ട്. ഈ ഞണ്ടുകൾ ചതുപ്പ് നിലങ്ങളിൽ മാത്രം ജീവിക്കുന്ന മഡ് ക്രാബ് ഇനത്തിൽപ്പെട്ടവയാണ്. മണലിൽ പറ്റി നിൽക്കുന്ന ചെറിയ ഫംഗസ്, ആൽഗകൾ ഒക്കെയാണ് ഭക്ഷണമാവുന്നത്. അതുകൊണ്ട് നല്ല വലിപ്പമുള്ള ക്ലോസ് ഉണ്ടായാൽ ഇവയെ പെറുക്കിയെടുക്കുവാൻ കഴിയില്ല. മറ്റൊരു രസകരമായ കാര്യവുമുണ്ട്. ഇവ ചെറു ഫംഗസുകളെ എടുത്ത് വായിലിട്ടാൽ അതിന്റെ കൂടെ ചെറിയ മണലും അകത്തു പോകും. അപ്പോൾ ഈ മണലിനെ പുറത്തേക്ക് കളയണമല്ലോ. അതിനു വേണ്ടിയുള്ള ഒരു ഓർഗനാണ് സീറ്റ. ഇവയ്ക്ക് 2 സീറ്റയുണ്ട്. ഒരെണ്ണം സ്പൂണ് പോലെയുള്ളതും മറ്റൊന്ന് ബ്രഷ് പോലെയുള്ളതും. വായിലുള്ള ഫുഡ് നേരെ പോവുക സ്പൂണ് പോലെയുള്ള സീറ്റയിലാണ്. ശേഷം ബ്രഷ് പോലുള്ള സീറ്റ ഇതിനെ തുടച്ചു വൃത്തിയാക്കും. അതോടെ മണലിൽ പറ്റിപ്പിടിച്ച് ആൽഗയും ഫംഗസുമൊക്കെ നേരെ വായുടെ അകത്തേക്ക് പോകും. ബാക്കിയായവ സ്പൂണ് പോലുള്ള സീറ്റയിൽ തങ്ങി നിൽക്കുകയും ചെയ്യും. ബ്രില്യന്റ് ഡിസൈൻ അല്ലേ? ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മീനുകളെ കാണുമ്പോൾ ഇവയുടെ വലിയ ക്ലോസ് വീശുമെന്ന്. ഇനി ഒരു പക്ഷേ മീനുകൾ ആക്രമണത്തിന് മുതിർന്നാൽ ഈ ഞണ്ടുകൾ മറ്റൊരു കാര്യം ചെയ്യും. അവയുടെ ക്ലോസ് ഉപേക്ഷിച്ച് ഓടിപ്പോകും. അങ്ങനെ ഒരു കൈ മാത്രമായാൽ ഇവയുടെ ചെറിയ ക്ലോസിന് വലിപ്പം വെച്ചു തുടങ്ങും. കൂടാതെ നഷ്ടമായ കൈയുടെ സ്ഥാനത്ത് മറ്റൊരു ചെറിയ ക്ലോ മുളച്ചു വരികയും ചെയ്യും. ഇവയ്ക്ക് എങ്ങനെയാണ് ചെറുതും വലുതുമായ ക്ലോസ് ഉണ്ടായത് എന്നറിയാമോ? അതിന്റെ ക്രെഡിറ്റ് പെൺഞണ്ടുകൾക്കാണ്. പെൺ ഫിഡർ ഞണ്ടുകൾക്ക് വലിയ ക്ലോസ് ഇല്ല. അവയ്ക്കുള്ളത് ചെറിയ 2 ക്ലോസ് മാത്രമാണ്. എന്നാൽ വലിയ ക്ലോസ് ഉള്ള ആൺ ഫിഡർ ഞണ്ടുകളുമായാണ് ഇവ ഇണചേരുക. കൂടുതൽ സംരക്ഷണം ലഭിക്കുന്നത് കൊണ്ട് വലിയ ക്ലോസ് ഉള്ള ആൺ ഞണ്ടുകളുടെ കൂടെ നടക്കുവാനാണ് ഇവയ്ക്കിഷ്ടം. അതുകൊണ്ട് ഇവയുടെ പരിണാമം നോക്കിയാൽ വലിയ ക്ലോസ് ഉള്ള ഞണ്ടുകൾ അതിജീവിച്ചതല്ല, മറിച്ച് വലിയ ക്ലോസ് ഉള്ള ഞണ്ടുകളുടെ പരമ്പരകൾ മാത്രം തുടരുകയാണ് ചെയ്തത്.